ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചെമ്പനിപ്പൂൽ വരാനിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ചന്ദ്രയുടെയും സുധീരുടെയും കള്ളത്തരം സച്ചിയായി തന്നെ കണ്ടെത്തുകയാണല്ലേ. ഇത് അറിയുന്ന സമയത്ത് നമ്മുടെ രവിക്ക് ഭയങ്കര ഷോക്കാവുന്നുണ്ട്. രവി വേഗം ചന്ദ്രയോടായിട്ട് പറയും, നീയാണ് നിന്റെ മകനെ വഷളാക്കുന്നത്. പല പല തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിന്റെ മകന് വേണ്ടിയിട്ട് ഇത്രയും വലിയ തെറ്റ് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല ചന്ദ്രയെ. നിന്നെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ല. ഒരു പക്ഷേ നീ നിന്റെ മകന് വേണ്ടിയിട്ട് എന്നെ വരെ കൊല്ലാൻ ശ്രമിക്കുമെന്നൊക്കെ രവി പറയുമ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് അത് വലിയ രീതിയിൽ തന്നെ വിഷമാവുന്നുണ്ട്. മാത്രമല്ല രവി ഒരു കടുത്ത തീരുമാനം കൂടി പറയുന്നുണ്ട്. അതായത് ഇനി നിന്റെ കയ്യിൽ നിന്ന് ഞാൻ ഒരു തുള്ളി ജലപാനം പോലും മേടിച്ച് കുടിക്കുകയില്ല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര ആകെ തകർന്നു പോകാൻ കേട്ടോ. ചന്ദ്ര വേഗം തന്നെ സംസാരിക്കാനും സമാധാനിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും രവിയുടെ ദേഷ്യം അടങ്ങുന്നില്ല. രവി ചന്ദ്രയുടെ കൈ തട്ടി മാറ്റിന് ശേഷം അവിടെ നിന്ന് പോവാൻ കേട്ടോ. ഇതെല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് ചന്ദ്രയ്ക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട്. ചന്ദ്ര റൂം അടച്ച് അകത്ത് കയറുമ്പോഴത്തേക്കും സുധിയും ശ്രീകാന്തും ഒക്കെ പേടിക്കുന്നുണ്ട്. കാരണം ഇനി അമ്മ എന്തെങ്കിലും കടുങ്കൈ ചെയ്താലോ എന്നുള്ള പേടിക്കാർ ഇവർ ഡോറിലേക്കൊക്കെ തട്ടുന്നുണ്ട്. എന്നാൽ രവിക്ക് അറിയാം കേട്ടോ, ചന്ദ്ര യാതൊരുവിധ കടുങ്കൈ ചെയ്യിക്കില്ല, ചന്ദ്ര തിരികെ വരുമെന്നുള്ള കാര്യം അറിയാവുന്നതുകൊണ്ട് തന്നെ രവി വലിയ കാര്യമായിട്ടൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഈ ഒരു കാഴ്ച കാണുന്ന സമയത്ത് രേവതി നേരെ സച്ചിയുടെ അടുത്ത് പറയേണ്ട, എങ്ങനെയും അച്ഛൻ്റെ അമ്മയുടെ പിണക്കം മാറ്റുന്ന സച്ചിയായിട്ട് എങ്ങനെയും അമ്മയോട് സംസാരിക്കേണ്ട, അച്ഛനോട് പറ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നിനക്കറിയാലോ ഞാൻ പറഞ്ഞപ്പോഴും അച്ഛൻ കേൾക്കുകയില്ല, അച്ഛൻ അങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ശ്രമിച്ചാലും മാറ്റാൻ ശ്രമിക്കാതെ ഞാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒട്ടും നടക്കുകയില്ല എന്നൊക്കെ സച്ചി പറയണം. അങ്ങനെ ചന്ദ്രയുടെ രവിയുടെയും പിണക്കം അങ്ങനെ മുന്നോട്ട് പോകണ്ട. അതിനിടെ സച്ചിക്ക് അറിയാലോ ചന്ദ്രയുടെ ഏറ്റവും വലിയ സുഹൃത്ത് ഭാമയാണ്. ഭാമയാൻ്റെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അമ്മേനെ പുറത്ത് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് കരുതിക്കൊണ്ട് തന്നെ ഭാമയെ പോയി കാണുകയും ഭാമ ചന്ദ്രയെ വിളിക്കുന്ന സമയത്ത് ഡോറ് തുറന്നതിന് ശേഷം ഭാമയെ റൂമിൻ്റെ ഉള്ളിലേക്ക് വിളിച്ചു വരുത്തി ഡോറ് പോട്ടാണ് കേട്ടോ. ഈ ഒരു സമയത്തും ചന്ദ്ര പുറത്തേക്ക് വരുന്നില്ല. ഭാമ പുറത്തേക്ക് വന്നതിന് ശേഷം രവിയോടായിട്ട് പറയുന്നുണ്ട്, രവിയേട്ട ചന്ദ്ര പുറത്തേക്ക് വരാൻ തയ്യാറാണ്, പക്ഷേ രവിയേട്ടൻ പറഞ്ഞതിനെല്ലാം തന്നെ ചന്ദ്രയോട് ക്ഷമ പറയുകയാണെങ്കിൽ മാത്രമെന്ന് പറയുമ്പോൾ രവി അതിനൊന്നും തന്നെ തയ്യാറാവുന്നില്ല. അവൾ വന്നില്ലേ വരണ്ട, എനിക്ക് അവളുടെ യാതൊരു ആവശ്യവുമില്ല എന്ന് രവി തറപ്പിച്ച് പറയുകയാണ്. അപ്പോൾ ഇവരുണ്ടൊരു പിണക്കം കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മക്കളെന്ന രീതിക്ക് നമ്മുടെ സച്ചിക്കും സുധിക്കും ശ്രീകാന്തിനൊക്കെ ഭയങ്കര വിഷമാവുന്നുണ്ട്. ഇതുവരെ പിണക്കം മാറ്റാണ്ട് ഒരുപാട് ഇവർ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അതിലെ തന്നെ സച്ചി വന്നിട്ട് രവിയോടായിട്ട് സംസാരിക്കുന്നതിന് രവി അമ്പിനും തുമ്പിനും അടുക്കാൻ തയ്യാറാവുന്നില്ല. അതേ രീതിയിൽ തന്നെയാണ് ചന്ദ്രയുള്ളത്. അങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ സച്ചിക്കും രേവതിക്കും തോന്നുന്നത് ഒരാൾ പറഞ്ഞാൽ മാത്രമാണ് അച്ഛൻ കേൾക്കുള്ളൂ, അത് മറ്റാരുമല്ല അച്ഛമ്മയാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അച്ഛമ്മയെ കാണാനായിട്ട് സച്ചി നേരെ ചെല്ലണം. അതിന് ശേഷം അച്ഛനും അമ്മയും തമ്മിൽ പിണക്കമാണെന്നുള്ള കാര്യം അച്ഛമ്മയോട് പറയുകയും അച്ഛമ്മയെ കൂട്ടിക്കൊണ്ട് സച്ചി നേരെ വീട്ടിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ രവീനെയും കൂടെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ചന്ദ്രയെ നിർത്തി സംസാരിക്കുന്നുണ്ടെങ്കിലും ആ ഒരു സമയത്തും രവി ചന്ദ്രയോട് പൂർണ്ണമായിട്ട് ശ്രമിക്കാൻ തയ്യാറാകുന്നില്ല എങ്കിലും അമ്മയുടെ വാക്ക് കേട്ടുകൊണ്ട് തന്നെ ചന്ദ്രയോട് സംസാരിക്കാൻ തന്നെ തയ്യാറാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു പിണക്കം മാറിയിട്ടില്ല എന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെ നമ്മുടെ അച്ഛമ്മ സച്ചിയോടും രേവതിയോട് പറയും, ഇവരെയും കൂട്ടിക്കൊണ്ട് അമ്പലത്തിലേക്ക് പോയിട്ട് എന്തായാലും ഒരു നല്ല കാര്യം നടന്നതല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇരുവരെയും കൂട്ടിക്കൊണ്ട് അമ്പലത്തിലേക്ക് പോകാനായിട്ട് നമ്മുടെ സച്ചിയും രേവതിയാണ് ഏൽപ്പിക്കുന്നത്. അങ്ങനെ സച്ചി വണ്ടിയെ ഓടിക്കാനായിട്ട് മുൻവശത്ത് കയറിയിരിക്കുന്ന സമയത്ത് രവി പെട്ടെന്ന് തന്നെ മുൻവശത്തെ ഡോറ് തുറക്കാണ്ട് പെട്ടെന്ന് അച്ഛൻ പറയുന്നുണ്ട്, അവിടെയല്ല നീ ബാക്കിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിലേക്ക് പറഞ്ഞുകൂടാണ്. ഇതേ സമയം തന്നെ മടിച്ചാണ് ചന്ദ്രയും ബാക്കിലേക്കായിട്ട് കയറുന്നത്. അങ്ങനെ നമ്മുടെ സച്ചി രേവതിയും അമ്പലത്തിലൊക്കെ പോയി തൊഴുത് തിരിച്ചു വരുന്ന സമയത്തും ചന്ദ്രയും രവി ഇരു ധ്രുവങ്ങളിൽ ഇരുന്നുകൊണ്ട് പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാഴ്ച കാണുന്ന സമയത്ത് സച്ചിക്കും രേവതിക്കും ഭയങ്കര സങ്കടമാവുന്നുണ്ട്. സച്ചി വേഗം ഒരു സൂത്രപ്പണിയോട് ഒപ്പിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ സ്റ്റിയറിംഗ് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഒന്ന് ആടി ഉലയുന്ന രീതിക്ക് ഓടിക്കുകയാണ്. അങ്ങനെ ബാക്ക് വസ്റ്റ് ഇരുന്നുകൊണ്ട് തന്നെ ചന്ദ്രയും രവിയും പരസ്പരം കൂട്ടിമുട്ടുകയും അതിനിടയിൽ തന്നെ ചന്ദ്ര വീഴാനായിട്ട് പോകുന്ന സമയത്ത് രവി വേഗം പറയുന്നത്, നീ എൻ്റെ കയ്യിൽ കോർത്ത് പിടിച്ച് ഇവൻ മര്യാദയ്ക്ക് ഇവൻ നല്ല ഡ്രൈവറാണെന്ന് ആരാ പറഞ്ഞത്, ബാക്കിയുള്ളവരെ കൊല്ലുന്ന രീതിക്കാണ് വണ്ടി ഓടിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രനെ ചേർത്ത് പിടിക്കുന്നുണ്ട് രവി. അങ്ങനെ നമ്മുടെ സച്ചി രേവതിയും മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് രവിയുടെയും ചന്ദ്രയുടെയും പിണക്കം അവിടെ മാറ്റുന്നത്. അപ്പോൾ ഇങ്ങനൊരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.